കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വീണ്ടും ഒരു നല്ല മുഹൂർത്തം കുറിച്ച് ഇതേ താലി ഒരു പുതിയ നൂലിൽ കോർത്തെടുക്കണം. എന്നിട്ട് നിന്റെ ഭർത്താവിനെ കൊണ്ട് വീണ്ടും അത് കെട്ടിക്കണം. ഇതാ മോളെ താലി. ഇനിയൊരു താലി കെട്ടൊക്കെ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. അതുവരെ ഞാൻ കഴുത്തിൽ താലിയില്ലാതെ നടക്കണമെന്നാണോ? അത് അശുഭാവില്ലേ? ഇതാ മോളെ, ഭഗവതിയുടെ ഈ ഏലസ് കഴുത്തിലിട്ടോളൂ. നിന്റെ മംഗല്യസൂത്രത്തിന്റെ ശ്രീരാമ രക്ഷയാണത്. എന്താ ദേവട്ട ആലോചിക്കുന്നേ? വൈദേഹി ചേച്ചിയെ കുറിച്ചായിരിക്കും അല്ലേ? ദേവേട്ടനൊന്നും പറയില്ലെങ്കിൽ എനിക്ക് മനസ്സിലാവും. ദേവേട്ടന്റെ ജീവിതത്തിലും മനസ്സിലും വൈദേഹി ചേച്ചിക്കല്ലാതെ മറ്റാർക്കും സ്ഥാനം ഉണ്ടാവത്തില്ല. 6 മാസം മുമ്പ് കല്യാണ പന്തലിൽ തന്നെ ഇതെല്ലാവർക്കും മനസ്സിലായത്. മാംഗല്യധാരണ മുഹൂർത്ത സമമുഹൂർത്ത അസ്തു മംഗളാശാസന പരേർമദാചാര്യ പുരോഗമൈ സർവൈശ്ച പൂർവൈ ആചാര്യൈഃ സകൃതായാസ്തു മംഗളം. മുഹൂർത്തകാലേ സൂര്യാദീനാ നവാനാം ഗ്രഹാണാം അത്യന്താനുകൂല്യത ഫലസിദ്ധിരസ്തു മാംഗല്യം തന്തുനാനേന മമ ജീവന ഹേതുന. മോനെ മോനെ ദേവാ 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 മോനെ ദേവാ ദേവാ മോനെ 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 ദേവാ എന്താ ദേവാ. പറ്റിയെ? അന്നിവിടെ നിറങ്ങിപ്പോയതാ വൈദേഹി ചേച്ചി. ഇതുവരെ എവിടെയാണെന്ന് പോലും അറിയില്ല. അതൊന്ന് ദേവട്ട ചേച്ചിയുടെ ഒരു വിവരം പോലും കിട്ടാതെ. ആർക്കറിയാം മിനിയ? ചേച്ചി സുരക്ഷിതമായ ഏതെങ്കിലും ഒരു സ്ഥലത്തുണ്ടാകുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. അന്ന് കല്യാണത്തിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളിൽ എല്ലാവരോടും പോരാടി മനസ്സ് മടുത്തിട്ടുണ്ടാവും ചേച്ചിക്ക്. അത് ആരോടും പറയാതെ പോയി കളഞ്ഞത്. അങ്ങനെ മനസ്സ് മടുത്ത് പോയവർക്ക് അത്ര പെട്ടെന്ന് തിരിച്ചു വരാനും പറ്റത്തില്ല. നമ്മൾ തിരഞ്ഞാലും അവരെ കിട്ടത്തില്ല. അവരായിട്ട് തിരിച്ചു വരണം. അങ്ങനെ തോന്നിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. എന്താ നീ പറഞ്ഞേ? എന്റെ മനസ്സ് അങ്ങനെ പറയുന്നത്. പോയവർക്ക് വേണ്ടി നമ്മൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്ന് അവരറിഞ്ഞാലല്ലേ അവർക്ക് തിരിച്ചു വരാൻ തോന്നത്തുള്ളൂ. മോനെ ദേവാ, എന്താച്ചാ? നിന്നോട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. നിന്റെ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ പേടിയാവാ. നീ ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കാനും തയ്യാറല്ല. നിന്നോട് തൽക്കാലം ഒരു കാര്യം മാത്രം ചോദിക്കാന്ന് കരുതി. എന്താന്ന് വെച്ചാ ചോദിക്കേ. മാളവികേ, മോളെ മാളവികേ. എന്താ അമ്മായി?
മാളവികയോട് എന്തെങ്കിലും ഒരു തീരുമാനം പറയണ്ടേ? ഏത് കാര്യത്തിലാ പറയണ്ടേ? ഏത് കാര്യമെന്ന് നിനക്കറിഞ്ഞൂടെ? ചെറുപ്പത്തിലെ താലി കെട്ടിയ ഭാര്യ ഇടയ്ക്ക് കയറി വന്ന വൈദേഹിക്ക് വേണ്ടി ആദ്യ ഭാര്യയെ നീ മാറ്റി നിർത്തി പോട്ടെ. പിന്നെ കല്യാണത്തിന് സമ്മതിച്ചല്ലോ. വീണ്ടും ഒരു താലി കെട്ടുവെന്ന് കൊതിച്ചിട്ടും താലി കയ്യിലെടുത്തതും ആള് കുഴഞ്ഞു വീണു. അല്ല, മനഃപൂർവ്വം കുഴഞ്ഞു വീണതാണെന്നല്ല, ശരിക്കും വീണതാണെന്ന് തന്നെ കരുതാം. അപ്പൊ മാളവികയോട് എന്തുത്തരവാ പറയുക? ചെറുപ്പത്തിൽ നടന്ന ആ സംഭവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയില്ല. അറിഞ്ഞാലും ആരും അത് കാര്യമാക്കില്ലെന്ന് തന്നെ കരുതാം. പക്ഷേ ഒടുവിൽ ഇവളെ പിടിച്ച് കല്യാണ മണ്ഡപത്തിൽ ഇരുത്തിയിട്ടല്ലേ പെട്ടെന്ന് കല്യാണം മുടങ്ങിയത്. ഇപ്പൊ ദേ നാട്ടുകാരെല്ലാ കാര്യവും അറിഞ്ഞു. ഇനിയിപ്പൊ ഇവളെന്താ ചെയ്യണ്ടേ? വൈദേഹി പോയ വിഷമത്തില് ഞങ്ങളായിട്ട് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയ ഇത്ര കാലം ഞാൻ ഒന്നും പറയാതിരുന്നത്. പക്ഷെ ഇപ്പൊ 6 മാസം കഴിഞ്ഞില്ലേ? ഇപ്പൊ തന്നെ ആളുകൾ വായ തോന്നിയതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് കേക്ക്. ഇനിയെങ്കിലും നിങ്ങളെ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക്. ഇതൊന്നും നമ്മളായിട്ടെടുത്ത തീരുമാനങ്ങളല്ലല്ലോ. നമ്മൾ ദൈവതുല്യനായി കാണുന്ന ഗുരുക്കൾ ഉപദേശിച്ചതുകൊണ്ടല്ലേ. മാളവികയ്ക്കും നിന്റെ ഭാര്യയാകാനുള്ള അവകാശമുണ്ടെന്നാ പറഞ്ഞേ. അപ്പൊ ആ സ്ഥാനം കൊടുത്തല്ലേ പറ്റൂ. പിന്നെ ഇപ്പൊ വൈദേഹിയും ഇല്ലല്ലോ മോനെ. നീ ആർക്കു വേണ്ടി കാത്തിരിക്കുന്നേ? എന്നുവെച്ചാ വൈദേഹി ഇനി വരില്ലെന്നങ്ങ് തീരുമാനിച്ചല്ലേ? അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. വരണമെന്ന് തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നേ. വൈദേഹിയുടെ സ്ഥാനം എന്ന് അവളുടെ മാത്രമാ. എന്ന് കരുതി മാളവികയെ തീർത്ത് ഒഴിവാക്കാനും കഴിയില്ല. അതും നിന്റെ ഉത്തരവാദിത്വമാ. അല്ലെങ്കിൽ തന്നെ വൈദേഹി തിരിച്ചു വരുന്നതിനും മാളവികയെ കല്യാണം കഴിക്കുന്നതിനും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ ദേവാ. വൈദേഹി തിരിച്ചു വന്നാലും മാളവികയെ കല്യാണം കഴിക്കേണ്ടി വരും, വരാതിരുന്നാലും കഴിക്കേണ്ടി വരും. അതുകൊണ്ടിങ്ങനെ വരുവോ ഇല്ലയോ എന്ന് പോലും അറിയാത്ത വൈദേഹിക്ക് വേണ്ടി നീ നിന്റെ മനസ്സും ജീവിതവും പാഴാക്കി കളയണോന്നുള്ളതാണ് അച്ഛന്റെ അമ്മയുടെയും ചോദ്യം. ഊർമിള പറഞ്ഞത് ശരിയാ. ദേവ, നിങ്ങളുടെ കല്യാണം നടക്കണം. രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കണം. എന്നാലും ഞങ്ങൾക്കും സന്തോഷം ഉണ്ടാവും. പറയുന്ന കേക്ക് മോനെ. ശരി, ആയിക്കോട്ടെ. ഞാൻ കല്യാണം കഴിക്കാം. സത്യമാണോ മോനെ ഇത്? ഞാനിപ്പോ കേട്ടത് സത്യമാണോ മോനെ? അമ്മ അത് ഉറപ്പിച്ചോ? പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ മോനെ? എന്ത് വേണേലും ചെയ്യാൻ ഞാൻ തയ്യാറാ. നീ മാളവികയെ കല്യാണം കഴിച്ച് മാത്രം മതി. പറയേ, എന്താ ഞാൻ ചെയ്യേണ്ടത്? പറ മോനെ. ഞങ്ങളുടെ കല്യാണം വളരെ ഗ്രാൻഡായിട്ട് നടത്തണം.
അത് ടിവിയിലും പത്രത്തിലും ഒക്കെ പബ്ലിഷ് ചെയ്യുകയും വേണം. ഇത്രയുള്ളോ? അന്നേ നമ്മൾ അങ്ങനെ ചെയ്യാനല്ലേ തീരുമാനിച്ച്. പക്ഷെ നീയല്ലേ സമ്മതിക്കാഞ്ഞ്. അതുകൊണ്ടല്ലേ നമ്മള് വീട്ടിൽ തന്നെയല്ലോ ഒരുക്കി. ഇത്തവണ ഗ്രാൻഡ് ആയിട്ട് നമുക്ക് നടത്താം, അല്ലേ ദാസേട്ടാ? മോന്റെ താല്പര്യങ്ങൾക്ക് ഞങ്ങളെ എതിരെ നിൽക്കുവോ? എത്രയും പെട്ടെന്ന് മുഹൂർത്തം കുറിച്ച് ക്ഷണപത്രിക അടിക്കാൻ കൊടുക്കണം. എന്നിട്ട് അത് ടിവിയിലും പത്രത്തിലും ഒക്കെ പബ്ലിഷ് ചെയ്യണം. ശരി മോനെ, ആഭരണങ്ങൾ എടുക്കണം, ഷോപ്പിംഗ് ചെയ്യണം, ബന്ധുക്കളുടെ അടുത്ത് നേരിട്ട് പോയി വിളിക്കണം, എല്ലാവർക്കും കല്യാണക്കുറി കൊടുക്കണം. എത്രമാത്രം ജോലിയുള്ളതാ. ദാസേട്ടൻ വന്നേ, ഇപ്പൊ തന്നെ എല്ലാം ചെയ്യണം. വേവാ, നടക്ക് നടക്ക്. കൺഗ്രാറ്റുലേഷൻസ് മാളവികെ. അങ്ങനെ ഒടുവിൽ നിന്റെ അഭിലാഷം നടക്കാൻ പോവാ. ഇനിയെങ്കിലും ഒന്ന് ചിരിക്ക്. ഇവൻ എങ്ങനെ ഇത്ര പെട്ടെന്ന് സമ്മതിച്ചു? എന്തിനാ പ്രസ്സില് പബ്ലിഷ് ചെയ്യണമെന്നും ഗ്രാൻഡായിട്ട് നടത്തണമെന്നും ഒക്കെ പറയുന്നേ? ഇനി ഇതില് വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടാവോ? ദേവേട്ടൻ എന്തായി ചെയ്തേ? വൈദേഹി ചേച്ചിയെ വരുത്താനായിട്ട് ദേവേട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്നാ ഞാൻ വിചാരിച്ചത്. എന്നിട്ടെന്തിനാ ഇങ്ങനെ ഒരു കല്യാണത്തിന് സമ്മതിച്ചത്? ദേവേട്ടൻ മാളവികയെ കല്യാണം കഴിച്ചു കാണും. ദേവേട്ടൻ എന്നെ പൂർണ്ണമായും മറന്നു കാണും. ഞാൻ മരിച്ചെന്ന് തന്നെയാണോ ദേവേട്ടനും കരുതുന്നത്? ഒരു പക്ഷെ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടാവില്ല. ഇപ്പോഴാണെങ്കിൽ എനിക്ക് എന്റെ മുഖം പോലുമില്ല. ഞാൻ വൈദേഹിയാണെന്ന് പറഞ്ഞ് ദേവേട്ടൻ വിശ്വസിക്കും? ദേവേട്ടന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു തരാനുള്ള യോഗ്യത എനിക്കില്ലേ? യോഗ്യതയില്ല വൈദേഹി. നിനക്കതിന് ഒരിക്കലും ആവില്ല. കാരണം നീ ഒരു അനാഥയാണ്. നിനക്ക് അപകടം സൃഷ്ടിച്ചത്. പക്ഷെ നിന്നെ പ്രസവിച്ചത് ആരാണെന്ന് അറിഞ്ഞപ്പോ നിന്റെ മരണവും കുറിച്ചു കഴിഞ്ഞു. അപ്പൊ തൊട്ട് മരണം നിന്റെ പുറകെ ഉണ്ട്. എന്റെ ജന്മരഹസ്യം അറിയാത്തത് കൊണ്ട് തന്നെ കൊട്ടാരം വീട്ടിലെ അനന്തരാവകാശിയെ പ്രസവിക്കാനുള്ള യോഗ്യത എനിക്കില്ലെന്നാണ് അമ്മ പറയുന്നത്. എന്റെ ജന്മരഹസ്യം മനസ്സിലാക്കിയവര് ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്നു. ദേവേട്ടന്റെ ജീവിതത്തിൽ ഒരു ഭാര്യയുടെ സ്ഥാനത്ത് ഞാൻ ഉണ്ടോന്ന് പോലും അറിയില്ല. ദേവേട്ടൻ മാളവികയെ കല്യാണം കഴിച്ചു കാണൂ. ഇതെന്താ ഇപ്പൊ കല്യാണം എന്ന് വെച്ചാ? അപ്പ കല്യാണം നടന്നില്ലേ? ഇത് എന്നത്തെ പേപ്പറാ?
ഇന്നത്തെയാണല്ലോ. അപ്പൊ കല്യാണം ഈ മാസം 12-ാം തീയതി. അപ്പോ ഇനി ഒരാഴ്ച കൂടിയുണ്ട്. അന്നേ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം നടന്നതല്ലേ, പിന്നെ എന്താ കല്യാണം നടക്കാഞ്ഞേ? എന്നെ കാണാതായതോടെ ദേവേട്ടൻ വിസമ്മതിച്ചു കാണും. അതെ, അതാണ് സത്യം. മാസം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചെത്തിയില്ലല്ലോ. വീണ്ടും അമ്മ മുതലക്കണ്ണീരൊഴുക്കി ആത്മഹത്യ ചെയ്യുന്ന ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് സമ്മതിപ്പിച്ചതാ. ദേവ, നിങ്ങളുടെ കല്യാണം നടക്കണം. പറയുന്ന കേക്ക് മോനെ. പാവം, താല്പര്യമില്ലാത്തൊരു കല്യാണത്തിന് എല്ലാരും കൂടി നിർബന്ധിക്കുന്നത് ദേവേട്ടനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടാവും. ദേവേട്ടൻ എന്നെ മറന്നു കാണുന്ന ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു. എന്നോടുള്ള ദേവേട്ടന്റെ സ്നേഹത്തിന് ഒരു കുറവുമില്ല. പാവം ദേവേട്ടൻ ഇത്രയും നാളെ എന്നെ ഓർത്ത് ഒരുപാട് പെടഞ്ഞിട്ടുണ്ടാവും. എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. പോവണം, ദേവേട്ടന്റെ മുന്നിൽ ചെന്ന് നിൽക്കണം. ഈ കല്യാണം നടക്കാൻ അനുവദിക്കരുത്. ദേവേട്ടനെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കണം. എവിടേക്കാ മോളെ? വൈദ്യരമ്മാവ പറഞ്ഞോളൂ മോളെ. വൈദ്യരമ്മാവൻ അന്ന് പറഞ്ഞത് എത്ര ശരിയാ. സത്യം എന്താണെന്ന് അറിയാതെ നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടി ഒരു തീരുമാനത്തിലെത്തുന്നത് തെറ്റാ. ദേവേട്ടൻ ഇപ്പോഴും എന്റെ ഓർമ്മയിൽ തന്നെ കഴിയുന്നത്. ഞാൻ പോട്ടെ അമ്മാവ, എനിക്ക് അനുവാദം തരണം. എല്ലാം നല്ലതേ നടക്കൂ. പോയി വരൂ മോളെ. ശുഭം ഭൂയാത്. മഹാദേവന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ട് പോയിക്കോളൂ. കല്യാണത്തിന്റെ കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞ അപ്പ പ്രശ്നമാക്കുന്ന ആള് ഇന്നെന്താ ഇത്ര കൂളായിട്ട്? 6 മാസമായിട്ടും വൈദേഹിയെ കാണാത്തത് കൊണ്ട്